ഇറാൻ വാർ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പവർ സെക്ടറാണ് ഇനി വരാൻ പോകുന്ന താരമെന്ന്. ഏപ്രിലിൽ ഏറ്റവും അധികം വളർച്ച നേടിയത് പവർ സെക്ടറാണ്. പവർ സെക്ടറിലെ സ്റ്റോക്സ് തന്നെ ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് അതിൻ്റെ കോസ്റ്റ്, രണ്ട് അതിൻ്റെ സപ്ലൈ ചെയിൻ. അതിപ്പോഴത്തെ വാർ സിനാരിയോ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പവർ സെക്ടർ പവർ വേണ്ടി വരുന്നത് ലാർജ് സ്കെയിലാണ്. ഒന്നാമത് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന ഡെവലപ്മെന്റ്സ്, രണ്ടാമത് ഡേറ്റാ സെന്റേഴ്സിന് ലാർജ് ക്വാണ്ടിറ്റീസിലാണ് വേണ്ടത്. ഈ പവർ സെക്ടറിനകത്ത് റിന്യൂവബിൾ എനർജിക്ക് ഒരു നല്ലൊരു സ്ഥാനം ഉണ്ടാവും. പക്ഷെ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ സപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കോളിലാണെങ്കിൽ അത് കുറച്ച് താൽക്കാലികമായിട്ട് ഉയരുമെങ്കിലും അതിനകത്ത് പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ട്. സപ്ലൈ ചെയിൻ അതിനകത്തൊരു കൺസ്ട്രെയിന്റ് ആണ്. ഹൈഡ്രജൻ നാളത്തെ ഒരു ഫ്യൂച്ചറാണ്. പക്ഷെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ടേക്ക് കൊടുത്താലേ അത് ഹൈഡ്രജൻ ആയി വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുള്ളൂ. അത് ആണ് സ്റ്റോർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴും ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. സോ ഫൈനലി വരുന്ന നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെയാണ്. പക്ഷെ ഇന്ത്യയിൽ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ തോറിയം എന്ന് പറയുന്ന ഒരു ഫ്യൂവല് ഇപ്പോൾ അതിന്റെ ടെക്നോളജി ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അത് നാളെ നമുക്ക് ധാരാളമായിട്ടുള്ളതാണ്. അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയും ചെയ്യും. ശാന്തി ആക്ട് 2025 ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആ സെക്ടർ പഠിക്കുക. ആ സെക്ടർ ലോങ് ടൈം, അതായത് 10 years ഹൊറൈസൺ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അഡ്വൈസറുടെ സഹായത്തോടു കൂടി ആവട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീക്കെൻഡിലെ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടാവും. താങ്ക് യു.